അത്ഭുതം നിറഞ്ഞ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്, ദുൽഹജ്ജ് മാസം. ഈ മാസത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയല്ലേ ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റാക്കൂല. അത്രമേൽ ഈ മാസത്തിന് വേണ്ടി കാത്തിരുന്ന് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ്. അത്ര അത്ഭുതമാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങാൻ, നമുക്ക് സമാധാനം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ ഈ മാസത്തിൽ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും, അതോടൊപ്പം ഈ മാസത്തിലെ നോമ്പിൻ്റെ മഹത്വം, നോമ്പിൻ്റെ നിയ്യത്ത് തുടങ്ങി വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കാം ദുൽഹജ്ജ് 1 രാത്രി. നഷ്ടപ്പെടുത്തരുതേ, വീഡിയോ മുഴുവനായി കാണുക. 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് പങ്കുവെക്കുന്നതിലൂടെ സ്വർഗ്ഗലബ്ധി ഉറപ്പാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ ഒന്ന് പുഞ്ചിരി ഒന്ന് കാണട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനൊന്ന് ഹംദ് ചെയ്തേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഹംദ് പറയുന്നതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ കാരണം മറ്റൊരാൾ കൂടെ ഹംദ് പറഞ്ഞാലോ അതിൻ്റെ ഒക്കെ പ്രതിഫലം നമുക്കല്ലേ. യാ മാദിഹർ റഹ്മാൻ, അള്ളാഹുവിനെ മദ്ഹ് ചെയ്തവരെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടാൻ പടച്ചറബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സുകൊണ്ട് കാത്തിരുന്നൊരു നിമിഷം കടന്നു വരികയാണ്, അല്ലെങ്കിൽ ഒരു മാസം കടന്നു വരികയാണ്, ദുൽഹജ്ജ് മാസം. എന്താണ് ഉസ്താദ് ഈ ദുൽഹജ്ജ് മാസത്തിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടോ? അത്ഭുതമാണ് ദുൽഹജ്ജ് മാസം അല്ലേ. നമ്മുടെ ഹിജ്രി കാലണ്ടറിലെ അവസാനത്തെ മാസമാണ്. എല്ലാ മാസങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത ഈ മാസത്തിന് കാത്തിരിപ്പുണ്ട്. എന്താണെന്നറിയോ? എല്ലാ മാസങ്ങളെക്കാളും വലിയൊരു പ്രത്യേകത മറ്റൊരു മാസത്തിനും ഇല്ലാത്ത വല്ലാത്തൊരു പ്രത്യേകത ഈ മാസത്തിലുണ്ട്. എല്ലാ മാസത്തിലും നിസ്കാരമുണ്ട്, എല്ലാ മാസത്തിലും നോമ്പുണ്ട്. റമദാനിൽ നോമ്പ് നിർബന്ധമാണെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ നമുക്ക് സുന്നത്തായ നോമ്പ് പിടിക്കാം അല്ലേ. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും സക്കാത്ത് കൊടുക്കാം. ഹജ്ജ് എല്ലാ മാസത്തിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് ഏത് മാസത്തിൽ മാത്രമേ പറ്റുള്ളൂ? അത് ദുൽഹജ്ജ് മാസത്തിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്. അള്ളാഹ് സത്യം ചെയ്തിട്ടുണ്ട് ആ മാസത്തെ പിടിച്ച്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യത്തെ പിടിച്ച് സത്യം ചെയ്തത് വെറുതെ ആവുമോ? സൂറത്തുൽ ഫജ്ർ മറിക്ക് അല്ലേ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. മനോഹരാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. വലയാലിൻ അശ്ർ, 10 ദിനങ്ങൾ തന്നെ സത്യം. 10 രാവുകളെന്നും പറയപ്പെടുന്നുണ്ട്, എന്നാൽ 10 രാത്രികൾ തന്നെ സത്യം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം ചെയ്തു പറഞ്ഞ രാത്രിയാണ് ദുൽഹജ്ജിൻ്റെ 1-ാമത്തെ രാത്രി മുതൽ 10 രാവുകൾ അല്ലേ. ദുൽഹജ്ജ് അതായത് വലിയ പെരുന്നാളിൻ്റെ രാത്രി വരെയുള്ള ആ രാവ് മുഴുവനും അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞതാണ്. ഈ രാത്രിക്ക് ദിവസമെന്ന് അർത്ഥം കൊടുത്ത മുഫസ്സിറുകളുണ്ട്. അപ്പോൾ ദുൽഹജ്ജിലെ ആദ്യത്തെ രാവും പകലടക്കം പെരുന്നാൾ ദിവസം വരെ അള്ളാഹു സത്യം ചെയ്ത 10 ദിനങ്ങളാണ്. അപ്പോൾ അള്ള ഒരു കാര്യത്തിൽ നിന്ന് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെത്ര വലിയ മഹത്വമായിരിക്കും. പത്രം മഹത്തരമായൊരു കാര്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് ഇബാദത്ത് ചെയ്യണം. വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ? നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? അപ്പോൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള ദുൽഹജ്ജ് പോലൊരു മാസം വേറെ ഇല്ല എന്നാണ്. ദുൽഹജ്ജിലെ ഇബാദത്ത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു മാസമല്ല. മുത്തനബി തങ്ങൾ പറയുന്നത് ദുൽഹജ്ജിലെ ഇബാദത്ത് പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള മറ്റൊരു മാസമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു നോമ്പിന് 1 കൊല്ലം നോമ്പ് പിടിച്ച കൂലിയുണ്ടത്രേ. ഒരു ദിവസത്തെ ഇബാദത്തിന് 1000 ദിവസത്തിൻ്റെ ഇബാദത്തുകളുണ്ടത്രേ, ഇബാദത്തിൻ്റെ പ്രതിഫലമുണ്ടത്രേ. ഒരു രാത്രിയിലെ നിസ്കാരത്തിന് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് പോലും പറഞ്ഞു വെച്ച സ്വാലിഹീങ്ങൾ. യാ അല്ലാഹ്, അപ്പോൾ എത്ര മഹത്തരമാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 രാത്രികൾ. നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ?
അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ഉപയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, 3 പത്തുകളെ സ്വാലിഹീങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്താ, ഈ 3 പത്തുകൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ 3 പത്തുകളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടൂലേ? അതിൽ ആദ്യത്തെ ഒരു പത്ത് ഏതാണ്? അത് റമളാനിലെ അവസാനത്തെ പത്താണ്. റമളാനിലെ അവസാനത്തെ 10 ഭയങ്കര മഹത്തുള്ളതാണല്ലേ. ആ 10നെ സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അവർ ഇബാദത്തുകൾ കൊണ്ട് ഇങ്ങനെ ധന്യാക്കും. രണ്ടാമത്തേതാ, അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10ആണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10ആണ്. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ 10നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളതിനെ ഗൗനിച്ചാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അതിൻ്റെ കാരണം എന്താ? ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിച്ചാൽ അത് തഖ്വയുള്ളതിൻ്റെ അടയാളമാണ്. ഈ 10 ദിവസങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ ഈ ദുൽഹജ്ജ് മാസം വരുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്നുണ്ടോ? അത് നമ്മുടെ മനസ്സിൽ തഖ്വയുള്ളതിൻ്റെ അടയാളമാണ്. ബഹുമാനിക്കാൻ തോന്നുന്നില്ലേ? നമ്മുടെ കൽബിൽ തഖ്വ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പിടിവിട്ട് പോയിട്ടുണ്ട്, നമ്മുടെ ഈമാൻ ഇല്ലാതായി പോയിട്ടുണ്ട്, നമ്മൾ മുനാഫിക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാരണവന്മാർ ഹജ്ജിന് ഒരു മനുഷ്യൻ മക്കത്തേക്ക് പോയാൽ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യണത്, അതുപോലെ ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിച്ച് ഇബാദത്ത് ചെയ്യും. ഒരു നിമിഷം പോലും വേസ്റ്റാക്കൂല. കാരണം എന്താ? അള്ളാഹ് ബഹുമാനിച്ച, അള്ളാഹ് സത്യം ചെയ്തു പറഞ്ഞ ദിനരാത്രങ്ങളാണ്. അതിനെങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും അല്ലേ? എങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും? ഇമാമിങ്ങൾക്കിടയിൽ ഒരു ചർച്ച പോലും വന്നിട്ടുണ്ട്. എന്താ ചർച്ച എന്നറിയോ? റമളാനിലെ അവസാനത്തെ 10നാണോ ശ്രേഷ്ഠത, ദുൽഹജ്ജിലെ ആദ്യത്തെ 10നാണോ ശ്രേഷ്ഠത? യാ അല്ലാഹ്, ഇങ്ങനൊരു ചർച്ച വരണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇമാമിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക? അത്ര മഹത്വമാണ് ഖുർആനിലും ഹദീസിലും ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവസാനം ഒരു കണ്ടെത്തലിലെത്തി. എന്താണെന്നറിയോ? രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമളാനിലെ അവസാനത്തെ 10 രാത്രിയാണ്. എന്നാൽ പകലുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10ആണ്. ആദ്യത്തെ 10 പകലാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? അവർക്കിടയിലെ ചർച്ച എന്താണ്? റമളാനിലെ അവസാനത്തെ രാത്രിക്കാണോ, അവസാന 10നാണോ മഹത്വം, ദുൽഹജ്ജിലെ ആദ്യ 10നാണോ മഹത്വം? നമ്മളോട് ചോദിച്ചപ്പോൾ എന്താ പറയും? അതിപ്പോൾ റമളാനല്ലേ എന്നാൽ റമളാനല്ല എന്നാണ്. റമളാനിൽ എന്താണ് മഹത്വമുള്ളത്? അവസാനത്തെ 10 രാത്രികളിൽ വെച്ച് നോക്കുമ്പോൾ റമളാനിലെ അവസാന 10നാണ് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത്. അതായത് ലോകത്തുള്ള പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാണ്? റമളാനിലെ അവസാന 10 രാത്രി അല്ലേ? എന്നാൽ ലോകത്തുള്ള പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലുകൾ എപ്പോഴാണ്? ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകളാണത്രേ. യാ അല്ലാഹ്, റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ, റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് നമ്മളെ കാത്തിരിക്കണേ. അപ്പോൾ റമളാനിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഒരുങ്ങിയത്? റമളാനിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങി? എത്ര കൃത്യമായി ഇബാദത്തുകളിൽ നമ്മൾ മുഴുകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുൽഹജ്ജിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ ആശിർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അത് ആദ്യത്തെ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 10 ദിനങ്ങളിൽ അറഫയുണ്ട്. യാ അല്ലാഹ്, അറഫയിലൊക്കെ സംഗമിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ, 10ൻ്റെ അന്ന് പിന്നെ പറ്റില്ലല്ലോ, 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. ഇപ്പോൾ എങ്ങനെ നിയ്യത്ത് ചെയ്യും? സിമ്പിളാണ്. ദുൽഹജ്ജ് 1ൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടാൻ ഞാൻ കരുതി. അത്രേ ഉള്ളൂ. സിമ്പിളാണ് നിയ്യത്ത് അല്ലേ? ദുൽഹജ്ജ് 1ൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. രണ്ടാണെങ്കിലോ ദുൽഹജ്ജ് 2ൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. എത്ര സിമ്പിളാണ്. ഞാൻ അതോടൊപ്പം ഖളാ ആയിപ്പോയ റമളാനിലെ നോമ്പുണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് പിടിക്കാവുന്നതാണ് അല്ലേ? അതും ചേർത്ത് നമുക്ക് പിടിക്കാവുന്നതാണ്. പിന്നെ ഉളഹിയ്യത്ത് നിയ്യത്ത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ പെരുന്നാളിന് ഉളഹിയ്യത്ത് അറുക്കുന്നത് വരെ, പെരുന്നാളിനല്ല, ഈ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ സമയമുണ്ട്. അപ്പോൾ ഉളഹിയ്യത്ത് അറുക്കുന്നത് വരെ അവരുടെ നഖം, മുടി എന്നിവ നീക്കം ചെയ്യൽ കറാഹത്താണ്. മനസ്സിലായോ? ഉളഹിയ്യത്ത് ഏറ്റ ആളുകൾ നീക്കം ചെയ്യൽ കറാഹത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുൽഹജ്ജിന് മുൻപ് തന്നെ അവരുടെ നഖവും മുടിയൊക്കെ നീക്കം ചെയ്ത് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റണില്ലേ നിങ്ങൾക്ക്? ഏറ്റവും ചുരുങ്ങിയത് ഈ മാസത്തെ ബഹുമാനിക്കുകയെങ്കിലും വേണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുൽഹജ്ജ് 1ാമത്തെ രാത്രി മുതൽ നമ്മൾ ചൊല്ലേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ.
ചൊല്ലേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമ്മുടെ ജീവിതം മനോഹരമായി തീരും എന്നുള്ളതാണ്. ഒന്നാമത്തെ, രാത്രി മുതൽ ദുൽഹജ്ജ് 10 വരെ നമ്മൾ പതിവാക്കേണ്ട മനോഹരമായൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. 1 മിനിറ്റ് വേണം നമുക്ക് ഓതി തീർക്കാൻ, ഇല്ലേ? വൽ ഫജ്ർ വലയാലിൻ ആശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യശ്ർ. എന്ത് സുന്ദരമായി ഇങ്ങനെ ഓതിപ്പോകാം, ഇല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മാസത്തിൻ്റെ മഹത്വം പറയാൻ ഉപയോഗിച്ച മനോഹരമായ സൂറത്ത് ഓതുക. മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഇഖ്ലാസ്, അല്ലേ? ഇഖ്ലാസ് സൂറത്തിൻ്റെ മഹത്വം എത്ര! ഒരു മനുഷ്യൻ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നിയ്യത്താക്കി ഒതുക്കഴിഞ്ഞാൽ നരകം പോലും അവൻ്റെ മുമ്പിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേ ഹദീസ്. നരകശിക്ഷ പിന്നെ അവനില്ല. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ദുൽഹജ്ജിലെ ഓരോ രാത്രിയിലും, 1ൻ്റെ രാവ് 2ൻ്റെ രാവ്, ഓരോ രാത്രിയിലും, ഇനിയിപ്പോൾ രാത്രി ഓതാൻ പറ്റിയില്ലെങ്കിൽ പകലാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠത രാത്രിയിലാണ് 200 ഇഖ്ലാസ് സൂറത്തെങ്കിലും പതിവായി ഓതണം എന്നാണ്. 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. സിമ്പിളാണ്, എത്ര നേരം വേണം, അല്ലേ? കഴിയുന്നത് പോലെ ചെയ്യുക കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് ഇഖ്ലാസ് സൂറത്ത് പരമാവധി ഓതാൻ ശ്രമിക്കുക. ഓതാൻ കഴിയുന്നത്ര 200 തവണ നമ്മൾ മാക്സിമം പിടിച്ചു നോക്കുക, കഴിയുന്നത് പോലെ ഓതി തീർക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാം എളുപ്പമാക്കി തരുന്നവനാണല്ലോ. മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്. ദുൽഹജ്ജിലെ ആദ്യത്തെ രാത്രിയിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക്, ഇല്ലേ? സൂറത്തുൽ മുൽക്ക് നമ്മൾ എപ്പോഴും ഓതുന്നതാണ്, തബാറക്ക സൂറത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ആ മാസം മുഴുവൻ അള്ളാഹുവിന് പ്രത്യേകമായ കാവൽ. ആ മാസത്തിൽ ഈ തബാറക്ക സൂറത്ത് ഓതുന്നതിലൂടെ ഒരു വർഷം മനോഹരമായി അവന് പ്രൊട്ടക്ഷൻ തരുമെന്ന് പോലും സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങളിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളൊക്കെ അധികരിപ്പിക്കണം എന്നാണ്. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് വരുന്നൊരു ദിക്റുണ്ട്, നമുക്കൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ധാരാളം ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിക്ക് തൻ്റെ ഉമ്മത്തുകൾക്ക് സമ്മാനമായി മെഹറാജിൻ്റെ രാത്രിയിൽ കൊടുത്തുവിട്ട ദിക്റും കൂടെയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ വൃക്ഷങ്ങൾ നടുന്ന മനോഹരമായ ദിക്ർ. അതുപോലെ തന്നെ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണ് സ്വലാത്ത്, അല്ലേ? നിങ്ങൾക്കറിയുന്ന സ്വലാത്ത്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഏതാ? അത് ഇബ്രാഹിമിയ സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. കണ്ടോ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്. നിങ്ങൾക്കറിയുന്ന ചെറിയൊരു സ്വലാത്ത് ആണെങ്കിൽ അങ്ങനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അങ്ങനെ ഏത് സ്വലാത്തുമായിക്കോട്ടെ. ഈ സ്വലാത്തുകളൊക്കെ കൊണ്ട്, ഏറ്റവും നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ മാസത്തെ കൃത്യമായി കൊണ്ടുപോയാൽ അള്ളാഹു കൈവിടില്ല. കാരണം ഇത് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ രാപ്പകലുകളാണ്. പ്രത്യേകിച്ച് റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നഷ്ടപ്പെടുത്തരുതേ. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും പറ്റിയില്ല, നമ്മളെ കൊണ്ട് ചെറിയ അമലേ പറ്റുന്നുള്ളൂ, ആയിക്കോട്ടെ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മാസത്തെ ബഹുമാനിക്കെങ്കിലും ചെയ്യാം. ബഹുമാനിക്കുക, അത് തഖ്വയുടെ അടയാളമാണ്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഓരോരോ വീഡിയോ നിങ്ങൾ കാണും, ആ ഉസ്താദ് പറയേണ്ട അത് ഓതണം, ഈ ഉസ്താദ് ഇത് ഓതാൻ പറയുന്നുണ്ട്. എല്ലാ ഉസ്താദുമാരും ഒരുപാട് പറഞ്ഞു തരും, നന്മകളാണത്. ഇതെല്ലാം കൂടെ ഞാനങ്ങനെ ഓതും, ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ കൊണ്ട് ഈ രാത്രിയിൽ ചൊല്ലാൻ കഴിഞ്ഞത് ഒരു സ്വലാത്താണോ? ബസ് അത് മതി. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മാസത്തോടൊരു ബഹുമാനം മനസ്സിലുണ്ടാകുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലുണ്ടാകുക ഒരു ബഹുമാനം. ഈ ബഹുമാനം ഉള്ളതുകൊണ്ട് തന്നെ നന്മകൾ കൂടുതൽ ചെയ്യുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. റമളാനിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടോ, അതുപോലെ റമളാനിൽ അവസാന 10 പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഈ മാസത്തെ ആദ്യത്തെ 10 പകലുകൾ യാ അല്ലാഹ് നഷ്ടപ്പെടുത്തി കളയാതെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ഏതാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ സലാം പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയുടെ പേരെന്താണ്? എല്ലാവർക്കും അറിയാലേ, നമ്മുടെ ഉമ്മയായ സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. മാഷാ അല്ലാഹ് 2000-ൽ പരം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കമൻറ്റ് ധാരാളം ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് എത്താൻ ഉപകരിക്കും. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ചോദ്യം ഏതാണ്? ഇന്നത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നി, അവർ പറയുന്നുണ്ട്, ആ ഉമ്മ പറയുന്നുണ്ട്, മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ആ മഹദി പറയാണ്,
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യക്കും കിട്ടാത്ത അതിമനോഹരമായൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യയായ ഞാൻ, എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ വാനലോകത്ത് നിന്ന് ആയത്തിറക്കിയിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ, അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യ, അവർക്കെതിരെ ആരോപണങ്ങൾ വന്നു. ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ അള്ളാഹ് ആയത്തിറക്കി നിരപരാധിത്വം തെളിയിച്ച ഒരു പത്നിയുണ്ട് മുത്തുനബിക്ക്. ആരാണത്? കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഭാര്യയ്ക്കും അത് കിട്ടിയിട്ടില്ല എന്ന് ആ ഉമ്മ നമുക്ക് പറഞ്ഞു തരാണ്. നമ്മുടെ ഉമ്മയാണ്. ആരാണത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മഹത്തുക്കളുടെയൊക്കെ കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 10 മണിക്കും 2 മണിക്കൊക്കെ ഇടുന്ന സൈക്കോളജിക്കൽ വീഡിയോസ് കണ്ടിട്ട് ജീവിതത്തിലെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. യാ അല്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. എന്താണ്, മറ്റേ മെൻസസിൻ്റെ വേദന ഇല്ലാതാക്കാനുള്ള ഒരു കിടിലൻ മരുന്നിനെക്കുറിച്ച്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കും. നമ്മുടെ ജീവിതത്തിൽ മെൻസസിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റിയ കിടിലൻ മരുന്നാണത്. ആ മരുന്നിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹ് എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ നാഥ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണയല്ല, ഈ സദസ്സിനെ സ്വീകരിക്കണയല്ല. ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ, യാ റബ്ബന, അവരുടെ മനസ്സറിയുന്ന തമ്പുരാനെ എല്ലാ മുറാദുകളും ഹാസിലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, മനപ്രയാസങ്ങൾ നീക്കണയല്ല, മനസ്സിന് സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല. പടച്ചവനെ, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ സമാധാനം നൽകണേ തമ്പുരാനെ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല. നല്ല കോളേജിനായി സ്കൂളിനായി കാത്തിരിക്കുന്നവരുണ്ട്, നീ എളുപ്പമാക്കി കൊടുക്കണയല്ല. ഇണകളെ നന്നാക്കണയല്ല, നിസ്കാരമുള്ളവരാക്കണയല്ല, മദ്യപാനത്തിൽ നിന്ന് മുക്തി നൽകണയല്ല. അർഹമുർറാഹിമായ തമ്പുരാനെ, എത്രയെത്ര രോഗികളാണ്. ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ കാരുണ്യത്തിലല്ലാതെ എന്ത് പ്രതീക്ഷയാണല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരെ കൈവടിയല്ല തമ്പുരാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല. ഇണകളെ ലഭിക്കാതെ കണ്ണു നട്ടിരിക്കുന്ന ധാരാളം ആളുകൾ, യാ റബ്ബന, സ്വാലിഹിങ്ങളായ ഇണകളെ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ഏറ്റെടുക്കണയല്ല, തൊഴിലുകൾ ഏറ്റെടുക്കണയല്ല. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല, ഖൈറായ ലാഭം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണയല്ല, നീ വീട്ടണയല്ല. നീയല്ലാതെ ഞങ്ങളെ ചേർത്തു പിടിക്കാൻ ആരാണ്? ആ സുഹാബുൽ ബദരിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, യാ റബ്ബന, യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനെ സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. പരിശുദ്ധ ഭൂമിയിലെത്താതെ ഞങ്ങളെ വിളിക്കല്ലയല്ല. പരിശുദ്ധ ഭൂമിയിലെത്താതെ വിളിക്കല്ലയല്ല. ആ പുണ്യഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൊതിക്കുന്നവർ പോലുമുണ്ട്. അവർക്ക് നീ അതിന് തൗഫീക്ക് നൽകണയല്ല. ആരംഭപ്പൂവായ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ല. ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്ക് അമലുകളെല്ലാം പൂർത്തീകരിച്ച് ആരംഭപ്പൂവിൻ്റെ തൃപ്തിയും വാങ്ങി ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല. ഹമുറാഹിമായ റബ്ബെ, ഈ മാസത്തെ, കടന്നു വരുന്ന ദുൽഹജ്ജ് മാസത്തെ ബഹുമാനിക്കാൻ, അമലുകൾ ചെയ്യാൻ, ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും, ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഇതിൻ്റെ വാഹകരായ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായ എല്ലാവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.